പ്രധാനപ്പെട്ട കാര്യം വിവാഹം കഴിച്ച ഭാര്യ ഭർത്താക്കന്മാർ പോലും ഭാര്യാഭർത്ത ബന്ധം പോലും കഴിയാത്ത വ്രതമെടുത്ത് വേണം ഇവിടെ എത്താൻ. അതാണ് വിഷു മുതൽ ബ്രഹ്മചര്യ വ്രതം നിർബന്ധമാണ്. എന്നാൽ കുളിച്ച് കഞ്ഞി കുടിക്കുക എന്നുള്ളൊരു സമ്പ്രദായം ആരംഭിക്കുമ്പോൾ മത്സ്യമാംസങ്ങളും. അപ്പോൾ ഇത്തരം ഈ സംവിധാനങ്ങൾ 4 സ്റ്റാർ 5 സ്റ്റാർ സംവിധാനം വരുമ്പോൾ ഈ വ്രതവും ഈ ആചാരങ്ങളും എല്ലാം ഹനിക്കപ്പെടും. അതായത് ക്ഷേത്രത്തിൻ്റെ അടിസ്ഥാന വിശ്വാസ പ്രമാണങ്ങളെ തന്നെ ലംഘിച്ച് കളയും. കാരണം അങ്ങത്തരക്കാർ ഈ പരിസരത്തിലുള്ള കാനന ഭംഗിയൊക്കെ നുകരാൻ വേണ്ടി ഇക്കരെ കടക്കും. അപ്പോൾ നൂണ്ട് കയറിയിട്ട് ഇതിനുള്ളിൽ എന്താണ് നടക്കുന്ന ജിജ്ഞാസ എന്നുള്ള രീതിയോടെ കാടിന് നടുവിൽ സ്ഥിതി ചെയ്യുന്ന കൊട്ടിയൂർ മഹാക്ഷേത്രത്തിൽ ഭക്തർക്ക് സുഖ സൗകര്യങ്ങൾ ഒരുക്കാൻ ആകില്ല എന്ന് വ്യക്തമാക്കുകയാണ് പെരുമാൾ സേവാ സംഘം ആചാര്യൻ ശ്രീ കെ കുഞ്ഞിരാമൻ. കൊട്ടിയൂർ പെരുമാൾ 11 മാസവും ഘോരമായ വനത്തിനുള്ളിൽ നിദ്രയിലായിരിക്കും. മനുഷ്യപാദ സ്പർശനം പോലും ആ സമയത്ത് പെരുമാളിന്റെ വനസന്നിധിയിൽ പാടില്ല. കൊട്ടിയൂരിൽ 4ഉം 5ഉം നക്ഷത്ര സൗകര്യമുള്ള ഹോട്ടലും മറ്റും ഉണ്ടാക്കാൻ അനുവദിക്കില്ല. അങ്ങനെ വന്നാൽ കൊട്ടിയൂരിന്റെ അതിപുരാതനതയും പ്രാചീനതയും നശിക്കും. ലോകത്ത് ഇതുപോലെ പ്രകൃതിയുടെ ഒരു ക്ഷേത്രം ഇതുമാത്രമാണ് എന്നും കെ കുഞ്ഞിരാമൻ പറയുന്നു. കൊട്ടിയൂർ വരുന്നവർ മഴയും ചെളിയും സഹിച്ച് കാട്ടിലെ ക്ഷേത്രത്തിൽ വന്ന് പ്രകൃതിയിൽ ലയിച്ച് ആസ്വദിച്ച് തിരികെ പോകണം. വിഷു മുതൽ വ്രതമെടുക്കണം. കാനനക്ഷേത്രത്തിൽ ഒരു സ്ഥിരം നിർമ്മിതിയും വൈദ്യുതി വെളിച്ചം പോലും അനുവദിക്കില്ല. കൊട്ടിയൂരിന്റെ പൗരാണികത നഷ്ടപ്പെടുന്ന ഒന്നും അനുവദിക്കില്ലെന്നും പെരുമാൾ സേവാ സംഘമാചാര്യൻ കെ കുഞ്ഞിരാമൻ വ്യക്തമാക്കുന്നു. കൊട്ടിയൂരിൽ നിന്ന് ഞങ്ങളുടെ റിപ്പോർട്ടർ രാമഭദ്രനുമായി അദ്ദേഹം സംസാരിക്കുന്നത് കാണാം. ഇവിടെ കൊട്ടിയൂർ വർഷത്തിൽ 28 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഉത്സവമാണ്. ഇവിടെ പതിനായിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ഇവിടെ വരുന്നത്. ഈ ഭക്തജനങ്ങൾ വരുമ്പോൾ ഇവർക്ക് മതിയായ കിടക്കാനുള്ള സൗകര്യങ്ങളോ മറ്റ് ബാത്റൂം സൗകര്യങ്ങൾ, ഡ്രസ്സ് മാറാൻ സൗകര്യങ്ങളോ ഒരുപാട് സൗകര്യങ്ങൾക്ക് മിതമായ സൗകര്യങ്ങളാണുള്ളത്. പിന്നെ സ്വകാര്യ വ്യക്തികളുടെ കുറേ ലോഡ്ജുകളും ഹോട്ടലുകളും ഒക്കെ ഉണ്ടെങ്കിൽ അതും പര്യാപ്തമല്ല. പക്ഷേ പ്രവാസി വ്യവസായിയായ ശ്രീ ഗോകുലം ഗോപാലിനെ പോലെയുള്ള അങ്ങയുടെ പെരുമാൾ ട്രസ്റ്റിൻ്റെ അംഗമൊക്കെ ആയിട്ടുള്ള അദ്ദേഹമൊക്കെ ഉള്ളപ്പോൾ ഇവിടെ ഒരു 5 സ്റ്റാർ സംവിധാനം പോലെ 4 സ്റ്റാർ സംവിധാനം പോലെയോ വിശാലമായ 500-1000 മുറികളൊക്കെ ഉള്ള ഒരു സംവിധാനം ഈ കൊട്ടിയൂർ ക്ഷേത്ര പരിസരത്ത് തന്നെ പ്രകൃതി ഭംഗി ആസ്വദിച്ച് വിദേശ രാജ്യങ്ങളുമായിട്ട് വന്നൊരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റാൻ അങ്ങ് ശ്രമിക്കാത്തത് എന്താണ്? തീർച്ചയായും അക്കാര്യം ആ ഒരു നിലവാരത്തിലേക്ക് ഈ മഹാക്ഷേത്രത്തെ നമുക്ക് മാറ്റി എടുക്കുവാനോ അല്ലെങ്കിൽ ഉയർത്തുവാനോ സാധിക്കുന്നതല്ല. കാരണം തപോനിഷ്ഠനായ ശ്രീമഹാദേവൻ ഇവിടെ കേവലം ഈ ഉത്സവകാലത്ത് മാത്രം ആ വ്രതം അവസാനിപ്പിച്ച് ഭക്തരെ അനുഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ അടിസ്ഥാന വിശ്വാസം. അപ്പോൾ ഇവിടെ ഒരു സ്ഥിരം ക്ഷേത്രമോ സ്ഥിരം സംവിധാനങ്ങൾ ഏർപ്പെടുത്തി സുഖഭോഗ ഒരു കേന്ദ്രമായിട്ട് ഇവിടെ താമസിക്കാനോ അല്ലെങ്കിൽ ഇവിടെ പെരുമാറാനോ സാധ്യമല്ല. ഇവിടെ വരുന്ന ഭക്തജനങ്ങളൊക്കെ വിഷു മുതൽ ബ്രഹ്മചര്യവ്രതം അനുഷ്ഠിക്കണം എന്നൊരു നിർബന്ധമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ത്രീപുരുഷ ബന്ധം, കാരണം ഇവിടെ നിന്ന് ഭഗവാന്റെ ആദ്യപത്നിയായ സതീദേവി അന്തർധാനം ചെയ്ത ഒരു സ്ഥലമായിട്ടാണ് ഇവിടുത്തെ അമ്മാറക്കൽ ഇന്നും നമ്മൾ കരുതപ്പെടുന്നത്. അങ്ങനെ ഒരു ദേവിയുടെ ജീവത്യാഗം നടന്ന ഈ മഹാക്ഷേത്ര സന്നിധി ഒരിക്കലും ഒരു ആധുനിക ജീവിതത്തിൻ്റെ പരിവേഷമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കില്ല. ഇവിടെ കേവലം ഇവിടെ വരുന്ന ആളുകളൊക്കെ വിഷു മുതൽ ബ്രഹ്മചര്യം വ്രതം അനുഷ്ഠിച്ചിരിക്കണമെന്ന ഒരു നിർബന്ധമുണ്ട്. അതുപോലെ ഗുരുകുല സമ്പ്രദായത്തിൽ ഇവിടെ വരുന്ന മൂപ്പന്മാരുടെ നേതൃത്വത്തിലാണ് ഇക്കാണുന്ന ജനങ്ങളൊക്കെയും ഇവിടെ ഗ്രൂപ്പുകളായി എത്തുന്നത്. അപ്പോൾ ഇവിടുത്തെ അടിസ്ഥാന വിശ്വാസ പ്രമാണങ്ങളുടെയും ആചരിച്ചു വരുന്ന സമ്പ്രദായങ്ങളുടെയും ലംഘനമായിട്ടുള്ള ഒരു കാര്യത്തെയും ശ്രീ കൊട്ടിയൂർ പെരുമാൾ സേവാ സംഘം പിന്തുണയ്ക്കുകയോ അതുമായി സഹകരിക്കുകയോ ചെയ്യുകയുണ്ടാവില്ല. അപ്പോൾ പ്രധാനപ്പെട്ട കാര്യം വിവാഹം കഴിച്ച ഭാര്യ ഭർത്താക്കന്മാർ പോലും ഭാര്യാഭർത്ത ബന്ധം പോലും കഴിയാത്ത വ്രതമെടുത്ത് വേണം ഇവിടെ എത്താൻ. അതാണ് വിഷു മുതൽ ബ്രഹ്മചര്യ വ്രതം നിർബന്ധമാണ്. എന്നാൽ കുളിച്ച് കഞ്ഞി കുടിക്കുക എന്നുള്ളൊരു സമ്പ്രദായം ആരംഭിക്കുമ്പോൾ മത്സ്യമാംസങ്ങളും ഉപേക്ഷിക്കണം. ഇതാണ് ഇവിടുത്തെ അടിസ്ഥാന. അപ്പോൾ ഇത്തരം ഈ സംവിധാനങ്ങൾ 4 സ്റ്റാർ 5 സ്റ്റാർ സംവിധാനം വരുമ്പോൾ ഈ വ്രതവും ഈ ആചാരങ്ങളും എല്ലാം ഹനിക്കപ്പെടും. അതായത് ക്ഷേത്രത്തിൻ്റെ അടിസ്ഥാന വിശ്വാസ പ്രമാണങ്ങളെ തന്നെ ലംഘിച്ച് കളയും. കാരണം അങ്ങത്തരക്കാർ
ഈ പരിസരത്തിലുള്ള കാനന ഭംഗിയൊക്കെ നുകരാൻ വേണ്ടി ഇക്കരെ കടക്കും. അപ്പോൾ നൂണ്ട് കയറിയിട്ട് ഇതിനുള്ളിൽ എന്താണ് നടക്കുന്നത് ജിജ്ഞാസ എന്നുള്ള രീതിയോടെ പ്രവേശിക്കും. മാംസാദികൾ കഴിക്കാം, മദ്യം ഉപയോഗിക്കാം, സ്ത്രീ പുരുഷ ബന്ധങ്ങളാകാം. അങ്ങനെ വരുമ്പോൾ ഇതിന്റെ പവിത്രത, ഈ കൊട്ടിയൂരിന്റെ പവിത്രത നഷ്ടപ്പെടും എന്നുള്ള ഉദ്ദേശത്തോടാണ് ഇത്തരം സ്ഥാപനങ്ങൾ ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും വിശ്വാസ പ്രമാണങ്ങൾക്കാണ് അടിസ്ഥാനം. ഇവിടെ നമ്മളുടെ സമ്പ്രദായം കെട്ടിപ്പടുത്തിരിക്കുന്നത് ഗുരുകുല സമ്പ്രദായത്തിലാണ്. ഈ തീർത്ഥാടകരൊക്കെ ഒരു മൂപ്പൻ്റെ നേതൃത്വത്തിൽ അവിടെ കുളിച്ച് കഞ്ഞി കുടിക്കുക എന്നുള്ള ഒരു സമ്പ്രദായമാണ് ആദ്യം അനുവർത്തിക്കുന്നത്. അതാണ് വ്രതത്തിൻ്റെ ആരംഭം. അന്ന് തന്നെ അദ്ദേഹം ഉപദേശിക്കുന്ന രീതിയിൽ നമ്മൾ ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്നു, മത്സ്യമാംസാദികൾ ഉപേക്ഷിക്കുന്നു, ചിലർ ഒരു നേരം മാത്രമേ ഭക്ഷണം കഴിക്കൂ. ഇങ്ങനെയുള്ള കഠിനവ്രതം ആചരിച്ചുകൊണ്ടാണ് കൊട്ടിയൂർ ദർശനത്തിന് പുറപ്പെടുക. ആ അടിസ്ഥാന വിശ്വാസങ്ങൾക്കോ ആ സമ്പ്രദായങ്ങൾക്കോ വിഘ്നം വരുന്ന യാതൊന്നിനെയും ഇന്നിവിടെ ഭരണസമിതിയിലും അതുപോലെ ഭക്തജന സേവനത്തിലും മുഴുകിയിരിക്കുന്ന ശ്രീ കൊട്ടിയൂർ പെരുമാൾ സേവാ സംഘം പിന്താങ്ങുകയില്ല, അതുമായി സഹകരിക്കുകയില്ല. അതാണ് ഇത്തരം പ്രദേശങ്ങളിൽ അത്തരം മന്ദിരങ്ങൾ ഉയരാത്തതിൻ്റെ പ്രധാന കാരണം. തീർച്ചയായിട്ടും അതാണ് കാരണം. ഇത് സുഖലോലുപന്മാർക്കുടെ ഒരു വഴിയല്ല. കടുത്ത വർഷകാലത്ത് ഇന്നലെ തന്നെ കണ്ടു നമ്മൾ മണിക്കൂറുകളോളം കാത്തു നിന്നാലേ ഈ പുഴയിൽ ഉള്ള ഈ കുത്തൊഴുക്കെല്ലാം തടഞ്ഞ് നമുക്കിവിടെ വരാൻ സാധിക്കൂ. അതുപോലെ വാഹനങ്ങൾക്കൊന്നും കടക്കാൻ കഴിയാത്ത 5 പാലങ്ങളാണ് ഇവിടെ ദേവസ്വം നിർമ്മിച്ചിട്ടുള്ളത്. അത് ഉത്സവകാലം കഴിഞ്ഞാൽ അടച്ചിടും. ഇവിടെ കാവലിനായി ഒരു കാട്ടുമനുഷ്യനെ, അതായത് കുറിച്യലിനെയാണ് ഇതിൻ്റെ വളരെ അടുത്തൊരു കേന്ദ്രത്തിൽ, അത് ഞങ്ങൾ വെളിപ്പെടുത്തുകയില്ല, രാപ്പകൽ വിന്യസിപ്പിച്ചിട്ടുള്ളത്. നന്ദി, ഇത്തരം അറിവ് പങ്കുവച്ചത്. തീർച്ചയായിട്ടും നന്ദി.